ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും YAB വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര ഇന്ന് വൈറ്റ് ലൈൻസ് MNലേക്കാണ്. അതൊരു അഡ്വഞ്ചർ സൂ ആണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി വരുമ്പോൾ കാണുന്ന ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു വ്യൂ ആണിത്. നമ്മൾ അവിടെ കയറുമ്പോൾ കുറച്ച് മത്സ്യങ്ങളെ കാണാം. പിന്നീട് കുറച്ച് മരങ്ങൾ പിടിപ്പിച്ചിട്ട് അതിൻ്റെ അടുത്ത് കാട്ടിലെന്ന പോലെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുള്ള 3 ടൈപ്പ് കുരങ്ങന്മാരുണ്ട്. പിന്നെ യാഷ്നി അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയിലൂടെ മരങ്ങളുടെ നടുവിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വേറൊരു കുരങ്ങ് അതിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് കൂടിൻ്റെ ഉള്ളിലാക്കിയ എലിയുണ്ട്. എലി അവിടെ നിന്ന് എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുകയാണ്. എലിക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളും അവിടെ ഉണ്ട്. മറ്റൊരു എലി അപ്പുറത്തെ റൂമിലേക്ക് എത്തി നോക്കുന്നു. അപ്പോൾ ഈ കാണുന്ന 3 തരത്തിലുള്ള കുരങ്ങിനെയാണ് നമ്മളവിടെ ഇപ്പോൾ കണ്ടത്. അടുത്തതായി നമ്മൾ പോകുന്നത് അതിൻ്റെ എതിർവശത്ത് തന്നെ കാണുന്ന ഒരു കവാടമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. പക്ഷേ കവാടം കണ്ട് ഇഷ്ടപ്പെടാതെ യാശി മറ്റൊരു വഴിക്കേക്ക് ഓടി. അപ്പോൾ നമ്മൾ അവളെ പിടിച്ചു കെട്ടി ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമാണിത്. കയറി പോകുമ്പോൾ തന്നെ കുറേ ചിത്രശലഭങ്ങൾ കാണാം. നമ്മൾ നാട്ടിൽ കാണുന്ന കുറേ ചെടികളുണ്ടാവും. നല്ല അതിശയപ്പെട്ടു. നമ്മൾ പെട്ടെന്ന് നാട്ടിലെത്തിയോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. നമ്മളെ ഈ നെതർലാൻഡിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ. ഒരു വലിയ ഗ്ലാസ് ഹൗസ്, അതിൻ്റെ ഉള്ളിൽ ചൂട് ക്രമീകരിച്ചിട്ട് അവരിങ്ങനെ ചെയ്തു വെച്ചതാണിത്. അപ്പോൾ യാഷ്നി അവിടുത്തെ പൂവൊക്കെ പറിക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ അവളെ തള്ളി മാറ്റുന്നുണ്ട്. പൂ പറിക്കല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൂമ്പാറ്റകളൊക്കെ കണ്ട് കുറേ ചെടികളെല്ലാം ഉണ്ട് അവിടെ. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാർ, നമ്മളെപ്പോലെ വന്ന ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കുട്ടികൾ കുളങ്ങളും ഒക്കെ കണ്ട്, കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും നല്ല രസത്തിൽ മീനിനെയൊക്കെ കാണാൻ പറ്റും. വ്യത്യസ്തതരമായ പല വലുപ്പത്തിലും നിറത്തിലുമുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത്. അതൊരു അക്വേറിയമാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു കുളമാണ് അവിടെ കാണുന്നത്. യാഷി മീനിനെ ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആ ഗ്ലാസ്സൊക്കെ തള്ളി നോക്കുന്നുണ്ട്. പക്ഷേ യാഷിക്കത് കിട്ടുന്നില്ല. യാഷി എന്നിട്ട് നമ്മളോട് എടുത്തരോ ഒരു മീനിനെ എടുത്തരോ എന്നുള്ള ഇതിലാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ നല്ല മീനുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നേരെ നമ്മൾ അടുത്ത ഡോറ് തുറന്ന് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ യാഷി വീണ്ടും വഴിതെറ്റി കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. യാഷിനി ഒരു മുളങ്കാട്ടിലേക്ക് കയറിപ്പോയി. നമ്മൾ ആ മറ്റേ ഡോറ് തുറന്നപ്പോൾ കാണുന്ന ഫസ്റ്റ് തന്നെ കാണുന്നൊരു വ്യൂ ആണ് ഇങ്ങനൊരു മുളങ്കാട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ മുളയൊക്കെ നോക്കിയാണ്. അവൾ ആദ്യമായിട്ടാണ് മുള കാണുന്നത്. പിന്നീട് നമ്മൾ അടുത്ത ഡോറ് തുറന്നുള്ളിൽ കയറി. അപ്പോഴും ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പക്ഷികളെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള പക്ഷികളും മറ്റേ സ്ഥലത്ത് നിന്ന് വളരെ വ്യത്യസ്തതരമായ ചെടികളൊക്കെ ഇവിടെയുണ്ട്. പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായ ചില മരങ്ങളും ചെടികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതും ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ്. എനിക്ക് തോന്നുന്നു മൊത്തം സൂവും ഇങ്ങനെ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെയുള്ള ചെടികൾ വളരില്ല, കാലാവസ്ഥയുടെ വ്യത്യാസം കാരണം. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ കാണുന്ന ഡോറിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്കാണ്. ഇങ്ങനെ ഓരോ സ്ഥലവും ഡോറൊക്കെ വെച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഉള്ളത്. അത് ഈ സൂവിൻ്റെ വേറൊരു മനോഹാരിതയാണ്. നമ്മൾ ആ കയറ് വെച്ച ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നമുക്ക് ചേമ്പൊക്കെ കാണാം. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ചേമ്പ്. പിന്നെ ഇതൊരു കൊച്ചു അരുവി അല്ലെങ്കിൽ ഒരു കൈത്തോട് എന്നൊക്കെ പറയാം. നമ്മൾ അത് കടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാറകൾ കാണുന്നുണ്ട്, പക്ഷേ അത് ആർട്ടിഫിഷ്യലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വാഴയുണ്ട്. അവിടെ ഒരു പക്ഷിയുണ്ട്, എനിക്കതിൻ്റെ പേരറിയില്ല. മൂസാണ്ട പോലെയുള്ള ഒരു ചെടി കണ്ടോ, ഇല മൂസാണ്ടേനെ പോലെയുണ്ട്. ഇനി നമ്മൾ തെങ്ങിൻ്റെ ഓല കണ്ടോ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പുഴേൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ബോട്ടും ഒക്കെ കണ്ടത്. അതിൻ്റെ ബോട്ടിൻ്റെ മുകൾ ഭാഗം നല്ല ഒരു ഇലയുടെ ആകൃതിയിലാണുള്ളത്. ബോട്ടിൻ്റെ ഉള്ളിൽ 4 വരികളിലായാണ് യാത്രക്കാരെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കൂടുതൽ അടുത്ത്
നമുക്ക് മൃഗങ്ങളെ കാണാനും ജീവികളെ കാണാൻ വേണ്ടിയിട്ടും അതിന് സഹായകമാണ്. ഇതിലൂടെ പോകുമ്പോൾ യാതൊരു തടസ്സവും ഒന്നും ഇല്ലാതെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ നല്ല അത്യാവശ്യം ഒഴുക്കുള്ള ഒരു പുഴയാണ്. പക്ഷേ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നതാണ്. അതിൻ്റെ ഉള്ളിൽ, ആ ബോട്ടിൻ്റെ ഉള്ളിൽ ഡ്രൈവറോ ഒന്നുമില്ല. നമ്മൾ യാത്രക്കാർ ഫ്രീ ആയി അവിടെ നിന്ന് യാത്രക്കാർ മാത്രം. അപ്പോൾ ഇതാണ് നമുക്ക് ബോട്ടിൽ കയറാനുള്ള ആ പോയിൻ്റ്. അവിടെ ക്യൂ ഒക്കെ നിന്ന് ആ ബോട്ടിൽ കയറണം. ഇങ്ങനെ വരി വരിയായി ബോട്ട് വരുന്നു, ആളുകൾ ഇറങ്ങുന്നു, ആളുകൾ കയറുന്നു, അടുത്ത ബോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് അതിൽ കയറണം. അതിനുവേണ്ടി നമ്മൾ യാഷ്നിയുടെ കിൻഡർ വാഹൻ പാർക്ക് ചെയ്തു. എന്നിട്ട് അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾ കുട്ടികൾ കളിക്കുന്നത് കണ്ടത്. അങ്ങോട്ടേക്ക് ഓടുകയാണ്. നമ്മൾ സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ബോട്ടിനുള്ളിലേക്ക് അവിടെ ഇരുന്നു. ഒന്നാമത്തെ റോയിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ വണ്ടി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇത് പോകുന്നത് ആരും നിയന്ത്രിക്കാനില്ലാതെയാണ് പോകുന്നത് എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ഇത് റെയിൽവേ പാളം പോലെ നമ്മൊരു ട്രാക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ട്രാക്കിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് പോകുന്നത്. മാത്രമല്ല ബോട്ടിന് ഉള്ളിൽ ഒരു സ്പീക്കറിലായിട്ട് ഒരാൾ പറയുന്ന ശബ്ദത്തിൽ ഒരാൾ പറയുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ ചുറ്റും കാണുന്നതെന്ന്. ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ചുറ്റിലും നല്ല സസ്യങ്ങളും തൂങ്ങിയാടുന്ന വള്ളികളും, പിന്നെ മാത്രമല്ല പച്ചപ്പ് പായൽ പിടിച്ച ആ വശങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലൂടെ നീങ്ങുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ചെറിയ മത്സ്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ യാത്രയെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വശങ്ങളിലൊക്കെ എന്തൊക്കെ കാണാൻ പറ്റുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അതായത് സ്പീക്കറിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ചുറ്റിലും കുറേ സസ്യങ്ങളൊക്കെ കാണാം. വാഴയുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു തരത്തിലുള്ള കുരങ്ങന്മാരെയാണ്. കറുത്ത കുറച്ച് കുരങ്ങന്മാർ അവിടെ കൂട്ടം കൂട്ടമായിട്ട് ഇരുന്നിട്ടുണ്ട്. സസ്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല നീരൊഴുക്കുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെയും കുറച്ച് മീനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള മത്സ്യങ്ങളൊക്കെ അവിടെയുണ്ട്. പനയാണ് അവിടെ തൂങ്ങിക്കിടക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു ബോട്ടുണ്ട്. അപ്പോൾ ഇവർ കൃത്യമായ ഒരു അകലം പാലിച്ചാണ് ബോട്ടുകളും പോകുന്നത്. നമ്മുടെ തോടിൻ്റെ എല്ലാം വക്കത്ത് കാണുന്ന ചേമ്പിൻ്റെ ഇല പോലെയുള്ള ഇലയുള്ള ആ ഒരു സസ്യം കണ്ടോ, അവിടെ കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ജീവിയുണ്ട്. നമ്മളും അവിടെ ഒരു പക്ഷി ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ എന്നെ ഇങ്ങനെ എല്ലാവരും നോക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് ആ പക്ഷി ഉള്ളത്. കണ്ടോ, നമ്മൾ കയ്യിലെടുത്ത് അച്ചാക്കി അടിക്കുന്ന ഒരു സീല് വെക്കുന്ന ഒരു സാധനമില്ലേ, അതാണ് ആ കണ്ട സസ്യം. നമ്മൾ വളവ് തിരിഞ്ഞ് എത്തുമ്പോൾ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ലൈറ്റിംഗ് എഫക്റ്റോട് കൂടിയുള്ള വെള്ളച്ചാട്ടം. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഇങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. ഒരു ഗുഹ പോലെയുള്ള ഇതിൻ്റെ ഉള്ളിലാണ് കയറിയത്. അപ്പോൾ ആ ലൈറ്റിംഗ് എഫക്റ്റ് കഴിഞ്ഞ് അടുത്ത തിരിച്ചലിനാണ് ഇങ്ങനെ കുറേ പുകയടിക്കുന്നതാണത്. ഒരു പുക ഇങ്ങനെ അടിച്ച് നമ്മളെ മേലേക്ക് വരും. അപ്പോൾ അത് തുറന്നു പോകുന്നത് അടുത്ത വഴിയാണ് ഇത്. നല്ലൊരു വിശാലമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാത്തുകൊണ്ട് എന്താണ് നമ്മൾ അടുത്ത കാഴ്ച എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെവിടെ ഇരിക്കുന്നത്. നമ്മൾ ആ വള്ളിയൊക്കെ കണ്ടോ, അതൊക്കെ വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. മുമ്പിൽ നമ്മളെ ബോട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട എന്തോ ഒരു പക്ഷി അതിലൂടെ പാറിപ്പോയി. അവിടെ കാണാൻ നമുക്ക് ഒരു ഓറഞ്ച് നിറത്തിലുള്ള പക്ഷികൾ. പോരാതെ അവിടെ ആനയുമുണ്ട്. 2 ആന അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ നേരത്തെ നടന്നു പോയ വഴിയാണ്. കണ്ടോ, ഒരു ഓറഞ്ച് നിറത്തിലുള്ള കൊറ്റി. ഇതിനെന്തോ ഒരു പേര് പറയും. അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ. എനിക്കതിൻ്റെ പേരറിയില്ല. നമ്മൾ അതിന് ആനക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മളെയൊക്കെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ അവരവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലം. അത് നമ്മൾ നേരത്തെ നടന്നു വന്ന വഴിയാണത്.
അതിന് മുകളിലൂടെ കുട്ടികളും ഒക്കെ നടന്ന് കളിക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ്. അവിടെ നിന്ന് കാഴ്ചക്കാർ നമ്മൾ നീങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മളവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം മുമ്പിലുള്ള ആൾക്കാർ ഇറങ്ങണം, എന്നാലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി യാഷ്നിയുടെയൊക്കെ നിർവ്വാഹനമൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ കുറേ ആൾക്കാരെ കാണാം. അപ്പോൾ നോക്കുമ്പോൾ അവരൊക്കെ എന്തോ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. യാഷ്നി ക്ഷീണിച്ചതുകൊണ്ട് നമ്മൾ അവളെ കിൻഡർ വാഹനിലാക്കി ഇരുത്തി. യാഷ്നി മാത്രം, നമ്മളെല്ലാവരും ക്ഷീണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആനയെ കാണാം. ആന നേരത്തെ കണ്ട സ്ഥലത്തല്ല ഉള്ളത്, വേറൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ആനയെ 2 വ്യത്യസ്ത സ്ഥലത്ത് ആക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത് ഇതിലൂടെ. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാറക്കെട്ടിലൂടെ വെള്ളച്ചാട്ടം കാണാം. നല്ല ഭംഗിയിൽ ഉണ്ട് അത് കാണാൻ. നോക്കൂ എത്ര പാറക്കെട്ടുകളാണ് അവിടെ ഉള്ളത്. പിന്നീട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. യാഷ്നി പോകുന്നുണ്ട്, എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് നമ്മളൊരു സ്ഥലത്തെത്തി, പാറക്കെട്ടുകളുള്ള ഒരു സ്ഥലത്ത് വീണ്ടും എത്തി. അവിടെ ആൾക്കാർ കുറേ നോക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് നിരീക്ഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ കീരിയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അതും കടന്ന് പുറത്തിറങ്ങി ഒരു കവാടത്തിന് മുന്നിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ ഈ കവാടത്തിനുള്ളിലേക്ക് കയറുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഉടൻ തന്നെ അടുത്ത എപ്പിസോഡ് ഉണ്ടാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ.